സ്തുതിച്ചാൽ ആനന്ദമാനന്ദമേ. യേശുവേ നിൻ തിരു പാദം നമിച്ചേ, നീ മതി നീ മതിയേ. യേശുവേ നിൻ തിരു പാദം നമിച്ചേ, നീ മതി നീ മതിയേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ. നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ. നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയും നാഥാ. നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയും നാഥാ. പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി, നന്ദി നന്ദി നാഥാ. പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി, നന്ദി നന്ദി നാഥാ. പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ. പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ. രക്ഷകനേ യേശുനാഥാ ആരാധ്യനേ ആരാധ്യനേ. രക്ഷകനേ യേശുനാഥാ
ആരാധ്യനേ രക്ഷകനേ 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 യേശുനാഥ ആരാധ്യനേ ആരാധ്യനേ രക്ഷകനേ യേശുനാഥ ആരാധ്യനേ ആരാധ്യനേ എക്കാലത്തും ധൻഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസ താൻ കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ യേശു എനിക്കെത്ര നല്ലവനാം ക്ലേശമേശാതെന്നെ കാത്തവനാം യേശു എനിക്കെത്ര നല്ലവനാം ക്ലേശമേശാതെന്നെ കാത്തവനാം താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ എക്കാലത്തും എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസ എക്കാലത്തും എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ എക്കാലത്തും എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാ എക്കാലത്തും എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ കഷ്ടതയിൽ നൽകുണതാൻ
ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തൻ്റെ ധനത്തിനൊത്ത് ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവിൽ തൻ്റെ ധനത്തിനൊത്ത് തീർത്തു തരുന്നൊരു നമ്മുടെ ദേവനു തീർത്തു തരുന്നൊരു നമ്മുടെ ദേവന് സ്തോത്രം പാടിടുവിൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം പാടിടുവിൻ ഹല്ലേലൂയ ആമേൻ ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ആ സന്തോഷവും ഉറപ്പുമുള്ളവർ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദി പറയട്ടെ. നമുക്കുള്ളതുപോലെ ധൈര്യം മറ്റാർക്കാ ഉള്ളത്? നമുക്കുള്ളതുപോലെ ഉറപ്പ് മറ്റാർക്കാ ഉള്ളത്? പലരും പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ ഭദ്രമാക്കി തരാം, സുരക്ഷിതമാക്കി തരാം, പക്ഷെ അതൊക്കെ തകർന്നു പോകും. പക്ഷെ തകരാത്ത എന്നേക്കും നിലനിൽക്കുന്നൊരു ബന്ധം ഈ നല്ല ദൈവത്തെ ആരാധിക്കുവാൻ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി നൽകിയല്ലോ. ആ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. കർത്താവേ, അങ്ങെത്ര നല്ലവനാണ്, അങ്ങെത്ര വല്ലഭനാണ്. എസെക്കിയേൽ 37 അധ്യായത്തിൽ എസെക്കിയേൽ കാണുന്ന ദർശനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. ദൈവത്തിന് വേണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ശേഷിപ്പിനെ കൊണ്ടൊരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്നത് കാണിക്കുക. പക്ഷേ അസ്ഥിത്താഴ്വരയിൽ ജീവന്റെ ഒരു കണിശം പോലും ഇല്ലാത്തയിടത്ത്, വേർപെട്ടും ഉണങ്ങിക്കിടക്കുന്നയിടത്ത് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് എസെക്കിയേലിനോട് ദൈവം പറഞ്ഞെങ്കിൽ, ഇന്ന് പറഞ്ഞാട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും ഉണങ്ങിയതും ഏറ്റവും വേർപെട്ട് കിടക്കുന്നതുമായ അവസ്ഥകളെ നോക്കി പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇസ്രായേലെ, നീ എത്ര ചിന്നിച്ചിതറിപ്പോയാലും, നിന്നിൽ അല്പം പോലും ജീവനില്ലെങ്കിലും ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നോക്കി പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ, എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ഏറ്റവും ഉണങ്ങിയതിനെയും വേർപെട്ട് കിടക്കുന്നതിനെയും സൈന്യമായി എഴുന്നേൽപ്പിച്ചതുപോലെ കർത്താവേ, അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര വല്ലഭൻ. ഇന്ന് പകലും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ക്രൂശിൽ ഞങ്ങൾക്കായി യാഗമായവനെ, ഇന്ന് പകലും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, എല്ലാ അധരങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ അധരങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ, നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുപിടിച്ച് നമ്മളോട് അകന്ന എത്ര പേരുണ്ട്? കൂടപ്പുറപ്പുകൾ മാറിപ്പോയില്ലേ? ക്രിസ്തുവിൽ സഹോദരരെന്ന് പറയുന്നവർ മാറിപ്പോയില്ലേ? സ്നേഹിതന്മാർ മാറിപ്പോയില്ലേ? അതിന് നടുവിൽ സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് കുറ്റം പറഞ്ഞ എന്നെ, നമ്മളെ തേടി, നിനക്ക് ഇന്ന കുറവുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ നമ്മളെ തേടി സ്വർഗത്തിലെ സകല മഹിമയും വെടിയുവാൻ ദൈവത്തിന് കരുണ തോന്നിയല്ലോ. നിന്റെ സംസാരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയില്ലേ? നിന്റെ ഇടപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? നിന്റെ നിറം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? നിന്റെ കുടുംബം പോരാ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? നിന്റെ പഠനം പോരാ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? നിനക്ക് സംസാര ശൈലിയോ വാഗ്വൈഭവമോ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? പക്ഷെ അവരെ തേടി സ്വർഗത്തിലെ സകല
മഹിമയും സ്വർഗത്തിലെ സകല മഹിമയും സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് പാപിയായ എന്നെ തേടി വന്ന സ്നേഹമേ, എത്ര വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം, എത്ര വലിയ ദയ, എത്ര വലിയ ദയ, എത്ര വലിയ ദയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ നന്ദി പറയുകയാണ്. അവിടുത്തെ സ്നേഹത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. ക്രൂശു ചുമന്നു തളർന്നെനിക്കായി, ഘോരമം ശിക്ഷയതേറ്റെനിക്കായി. ക്രൂശു ചുമന്നു തളർന്നെനിക്കായി, ഘോരമ ശിക്ഷയതേറ്റെനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ, പരിശുദ്ധനെ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനെ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. സകലത്തെയും സൃഷ്ടി ചെയ്തവനേ, സകലത്തിനും സകലത്തെയും സൃഷ്ടി ചെയ്തവനേ, സകലത്തിനും പരിപാലകനേ. സകലരിലും പരമോന്നതനേ, സർവജ്ഞാനിയും നീ. സകലരിലും പരമോന്നതനേ, സർവശക്തനും സർവജ്ഞാനിയും. ഓ ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും കരുണയും ദയയും, കരുണയും ദയയും ഉള്ളവനേ, മനസ്സലിയുന്ന മഹാപ്രഭുവേ. കരുണയും ദയയും ഉള്ളവനേ, മനസ്സലിയുന്ന മഹാപ്രഭുവേ. വാത്സല്യത്തോടെന്നെ ചേർന്നവനേ, മാറാത്ത സ്നേഹം പകർന്നവനേ. വാത്സല്യത്തോടെന്നെ ചേർന്നവനേ, മാറാത്ത സ്നേഹം പകർന്നവനേ. ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ. ആദിയുമന്തവും ആദിയുമന്തവുമായവനേ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ. ആദിയുമന്തവുമായവനേ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ. വഴിയും സത്യവുമായവനേ, ഏകരക്ഷാമാർഗമായവനേ. വഴിയും സത്യവുമായവനേ, ഏകരക്ഷാമാർഗമായവനേ. ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ക്രൂശു ചുമന്ന് തളർന്നെനിക്കായി, ഘോരമ ശിക്ഷയതേറ്റെനിക്കായി. ക്രൂശു ചുമന്നു തളർന്നെനിക്കായി, ഘോരമ ശിക്ഷയതേ. ഓ മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി.
ചുമന്നു തളർന്നെനിക്കായി ഘോരമശിക്ഷയതേറ്റെനിക്കായി ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമശിക്ഷയതേറ്റെനിക്കായി മുൾമുടി ചൂടിയതും എനിക്കായി ജീവനെ നൽകിയതും എനിക്കായി മുൾമുടി ചൂടിയതും എനിക്കായി ജീവനെ നൽകിയതും മുൾമുടി ചൂടിയതും എനിക്കായി ജീവനെ നൽകിയതും എനിക്കായി 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 മുൾമുടി ചൂടിയതും എനിക്കായി യേശുവേ സകലരിലും പരമോന്നതനേ സർവശക്തനും സർവജ്ഞാനിയും നീ സകലരിലും പരമോന്നതനേ സകലരിലും പരമോന്നതനേ സർവശക്തനും സർവജ്ഞാനിയും നീ സകലരിലും പരമോന്നതനേ സർവശക്തനും സർവജ്ഞാനിയും നീ സകലരിലും പരമോന്നതനേ ആരാധനയങ്ങേക്ക് മഹത്വമങ്ങേക്ക് പുകഴ്ചയങ്ങേക്ക് ശക്തിയങ്ങേക്ക് ആരാധനയ്ക്ക് യോഗ്യനേ പരിശുദ്ധനേ കരുണാമയനേ വാത്സല്യത്തോടെ എന്നെ ചേർത്തവനേ സ്വർഗ്ഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് എന്നെ തേടി വന്ന Viva
ശക്തമായ ആരാധനയേറ്റ് ക്രൂശ് ചുമർന്ന് തകർന്നെനിക്കായി, ഘോരമായ ശിക്ഷയതേറ്റെനിക്കായി, ഉൾമുടിയെ ചൂടിയത് എനിക്കായി, ജീവന് നൽകിയത് എനിക്കായി. അതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത, അതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. ക്രൂശ് ചുമന്ന് തളർന്നെനിക്കായി, ഘോരമാം ശിക്ഷയതേറ്റെനിക്കായി. യെസ്, അതോർത്ത് കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി, സ്തുതികളും സ്തോത്രങ്ങളും ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തുതികൾ ഉയരട്ടെ. നാം പാടി ക്രൂശ് ചുമന്ന് തളർന്നെനിക്കായി. യെസ്, അതോർത്ത ഓ ക്രൂശിൽ നമുക്കായി മരിച്ച കർത്താവിനെ ചൂടമല ആരാധനയും സ്തുതി ഇവിടെ ഉയരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഓ ആരാധനയിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ. സൗഖ്യവും വിടുതലും അനുഭവിക്കട്ടെ. ഓ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം പകരട്ടെ. ദൈവത്തിന്റെ ശക്തി പകരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എത്രയോ ശ്രേഷ്ഠമായ വരികളാണ്. ക്രൂശ് ചുമന്നു തളർന്നെനിക്കായി, പലവട്ടം ക്രൂശുമേന്തി യേശു വീണിരുന്നു. പീലാത്തോസിന്റെ അരമന മുതൽ ഗോൽഗോഥാ മലമുകൾ വരെ ആ ക്രൂശ് ചുമന്നു. സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചിരിക്കുന്നത്, വല്ലവരെയും സഹായത്തിന് കിട്ടുമോ എന്ന് നോക്കി, ആരെയും കണ്ടില്ലതാനും, ആരെയും കണ്ടില്ല. യെശയ്യാവ് 53 പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ 2-ാം അധ്യായം 27 ഒക്കെ വാക്യങ്ങളിൽ വിളിച്ചു പറഞ്ഞത്, നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട്, ക്രൂശ് ചുമന്ന് തളർന്നത് നമ്മുടെ പാപത്തെ വഹിച്ച് ക്രൂശിന്മേൽ കയറിയത് കൊണ്ടാണ്. ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാൻ കഴിയുമോ? കണ്ണുകളടച്ചും ഹൃദയം ഏകാഗ്രമാക്കിയും കർത്താവിനെ ഒന്ന് ധ്യാനിക്കാൻ കഴിയുമോ? എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ തലകളും വണങ്ങട്ടെ. കർത്താവിന് മഹത്വം കൊടുക്കാം. ഓ ജീസസ്, ക്രൂശ് ചുമന്ന് തളർന്ന എനിക്കായി പങ്കപ്പാടുകളേറ്റിയ കർത്താവിനെ യെസ് ഒന്ന് ധ്യാനിക്കാം. എല്ലാവരും ശാന്തമായി
ആ പദം ഹൃദയത്തിലൊന്ന് പറഞ്ഞ് ക്രൂശ് ചുമന്ന് തളർന്നു. നമ്മുടെ എല്ലാവരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തിയെന്ന് യെശയ്യാവ് പറഞ്ഞത്. പത്രോസ്ലീഹ പറയുമ്പോൾ പറഞ്ഞത്, ആ പാപം മുഴുവൻ വഹിച്ചുകൊണ്ട് ക്രൂശന്മേൽ കയറി. അതുകൊണ്ട് അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ഈ ആരാധന അത് അനുഭവിക്കട്ടെ, ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. കർത്താവിനെ ഒന്ന് ധ്യാനിക്കാം. ഓ ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമാം ശിക്ഷയതേറ്റെനിക്കായി. ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമാം ശിക്ഷയതേറ്റെനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. കരം നെഞ്ചോട് ചേർത്ത് വെച്ചൊന്ന് പറയാമോ? എനിക്കായി ക്രൂശ് ചുമർന്നത് എനിക്കായി, ശിക്ഷയേറ്റത് എനിക്കായി, മുൾമുടി ചൂടിയത് എനിക്കായി, ജീവനെ നൽകിയത് എനിക്കായി. കണ്ണുകളൊന്ന് നിറയാൻ കഴിയുമോ? ക്രൂശ് ചുമന്ന, ശിക്ഷയേറ്റ, മുൾമുടി ചൂടിയ, ജീവനെ നൽകിയ ആ കർത്താവിൻ്റെ മുഖമൊന്ന് ദർശിച്ച് ചങ്കുറപ്പോടെ നെഞ്ചത്ത് കൈവച്ച് പറയുമ്പോൾ അത് എനിക്കായിരുന്നു. അത് പറയുമ്പോഴാ ആരോഗ്യവും രോഗശാന്തിയും ഉണ്ടാകുന്നു. അത് പറയുമ്പോഴാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അത് എനിക്കായെന്ന് പറയുമ്പോൾ ഇന്ന് പകലും ദൈവപ്രവൃത്തിയാണ്. എത്ര പേര് പറയും അത് എനിക്കായെന്ന്? എനിക്കായിരുന്നു കർത്താവേ, എനിക്കായിരുന്നു. കർത്താവിനെ പാടി സ്തുതിപ്പാനും ആത്മാവിൽ ആരാധിപ്പാനും ക്രൂശിനെ ധ്യാനിപ്പാനും കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നല്ലോ. ഇന്ന് പകലിലും വിശുദ്ധ സഭായോഗമായി ഒരുമിച്ച് കൂടുവാൻ ദൈവമിടയാക്കി. ഞാൻ പലപ്പോഴും ദൈവവചന ചിന്തകളിലേക്ക് പ്രവേശിക്കട്ടെ. സങ്കീർത്തനം നാം പാടിയെങ്കിലും ആ സങ്കീർത്തന ചിന്ത യിരെമ്യാ പ്രവചനത്തിലൂടെയാണ്. ഞാൻ ഒന്ന് വരച്ചു കാട്ടുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയിലും അങ്ങനൊരു ചിന്തയാണ്. ഈ മാസത്തേക്കുള്ള വചനമായും ദൈവം നൽകി തന്നതും ഈ ഒരാശയമാണ്. അതുകൊണ്ട് അതേ വചനം തന്നെ വായിച്ച് ചില ആത്മീക ദൂതുകൾ അറിയിച്ച് തിരുമേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. Jeremiah chapter 33 verse 6 and 7. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളാണ് നാം വായിപ്പാൻ ഇടയായി തീർന്നത്. വായിച്ച സങ്കീർത്തനത്തിലും യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തിലും ഏതാണ്ട് ഒരേ അനുഭവങ്ങളാണുള്ളത്.
എല്ലാം എടുത്തോർപ്പിക്കുവാൻ കഴിയത്തില്ല. വളരെ പ്രസക്തവും ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ആവശ്യമാർന്ന സന്ദേശവും കർത്താവ് എങ്ങനെ നൽകുന്നോ, കർത്താവ് എങ്ങനെ ബലപ്പെടുത്തുന്നോ അതുപോലെ പകർന്നു തരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സിമ്പിൾ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. 7-ാം വാക്യത്തിൻ്റെ ചിന്ത ഇങ്ങനെ പറയുന്നു: ഞാൻ യഹൂദയ്ക്കും ഇസ്രായേലിനും ഐശ്വര്യം തിരിച്ചു നൽകും, പൂർവസ്ഥിതിയിൽ അവരെ പണിതുയർത്തും. വായിച്ച വാക്യത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്തയായിട്ടും ഓർപ്പിക്കുന്ന ആ ഒരു വിഷയമാണ് കർത്താവ് ആരോഗ്യം, രോഗശാന്തി, സമാധാനം, സമൃദ്ധി, അഭിവൃദ്ധി തിരികെ തരാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ വായിച്ച കുറിവാക്യങ്ങളുടെ എല്ലാം, അല്ലെങ്കിൽ ഈ 6-7 വാക്യങ്ങളെയും 38-ാം സങ്കീർത്തനത്തിലെയൊക്കെ ആശയങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇംഗ്ലീഷിലും അതേ ആശയങ്ങൾ തന്നെയാണ് കാണുന്നത്. ഐ വിൽ ബ്രിങ് ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ടു ഇറ്റ്. ഞാൻ ആരോഗ്യവും രോഗശാന്തിയും നൽകും. ഐ വിൽ ഹീൽ മൈ പീപ്പിൾ ആൻഡ് വിൽ ലെറ്റ് ദം എൻജോയ് അബണ്ടന്റ് പീസ് ആൻഡ് സെക്യൂരിറ്റി. 7-ാം വാക്യത്തിൽ പറയുന്നത് വിൽ റീബിൽഡ് ദം ആസ് ദേ വർ ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപ് അവരെങ്ങനെയായിരുന്നോ അതുപോലെ ഞാൻ തിരിച്ചു തരും. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ അഞ്ചാം മാസം ആദ്യ കർത്തൃപകലിൽ ദൈവവചനവുമായി നിൽക്കുമ്പോൾ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, മുൻപ് എങ്ങനെയായിരുന്നു അത് ആത്മീയ സന്തോഷം, ആത്മീയമായ അനുഭവങ്ങൾ, ആരോഗ്യം, രോഗശാന്തി, അഭിവൃദ്ധി അവൻ തിരികെ തരുവാൻ മതിയായ ദൈവമാണ്. അപ്പോൾ ഈ മെസ്സേജിൻ്റെ കണ്ടന്റായിട്ട് 38-ാം സങ്കീർത്തനത്തോട് ബന്ധപ്പെട്ടും ഈ യെരമ്യാ പ്രവചനത്തിലെ 33 അതിൻ്റെ 6-7 വാക്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ പറയുന്നു: അവിടുന്ന് ഐശ്വര്യം തിരികെ തരും. ഒരു സ്തോത്രം പറയാമോ? സ്തോത്രം. ഇംഗ്ലീഷിൽ വായിച്ചപ്പോഴാണ് അല്പം കൂടെ ഗൗരവമായിട്ട് തോന്നി. I will heal my people and will let them enjoy abundant peace and security എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത സമൃദ്ധമായ സമാധാനം, അനുഗ്രഹം ഞാൻ തിരികെ തരും. ഞാൻ മടക്കി വരുത്തുവാനായിട്ടിടയായി തീരും. വിശ്വാസം എത്ര പേർക്കുണ്ട്? ഈ പുതിയ മാസത്തിലെ ആദ്യ കർത്തൃപകലിൽ നാം കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ എത്ര പേരായിരിക്കുന്നത്? കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കണം, ഇന്ന് പകൽ പ്രാപിക്കണം. നിരാശയോടും ഭാരത്തോടും ഈ ആരാധനയിൽ ആരും ഇരിക്കരുത്. കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുവാനുള്ള ആ വലിയ ആവേശത്തോടെ ആയിരിക്കട്ടെ. മുഖവര ഞാൻ ആദ്യ ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് ചിലത് പറഞ്ഞു, എന്നാൽ ഒരു പദം ആവർത്തിക്കാതിരിക്കാതെ ഒക്കത്തില്ല. ദൈവം ജനനത്തിനു മുൻപ്, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ്, ഒരു അറിവിലേക്ക് ഞാനത് പറയുകയാണ്. ദൈവത്തിൻ്റെ മുൻനിർണയം, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ഇത് വിളിച്ചു പറയുമ്പോൾ ഇന്നലെ നാം കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നലെ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടല്ല ഇവിടെ ആയിരിക്കുന്നത്. പിന്നെയോ യിരെമ്യാവിനുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം തെരഞ്ഞെടുത്തു, ദൈവം വിശുദ്ധീകരിച്ചു. അത് യെരമ്യാ 1:5 കാണുന്നത്. ദൈവം തെരഞ്ഞെടുത്തു, ദൈവം വിശുദ്ധീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ശ്രേഷ്ഠത
നമ്മൾ പലപ്പോഴും 38 സങ്കീർത്തനത്തിലും പറഞ്ഞു, എന്നെ ആരും കാണുന്നില്ല, അറിയുന്നില്ല, എൻ്റെ പൂർത്തിയില്ലായ്മ നിമിത്തം ഞാൻ അലറുകയാണ്, ശരീരത്തിൻ്റെ ക്ഷീണം നിമിത്തം വേദനപ്പെടുകയാണ്, നൊമ്പരപ്പെടുകയാണ്. പക്ഷെ ഒരു ദൂത് ഞാൻ കൈമാറാ, അതിനേക്കാൾ അലറി വിളിച്ച ഒരു ദൈവവൃത്യനാണ് യിരെമ്യാവ്. അലറി വിളിച്ച് നിലത്ത് കിടന്നുരുണ്ട് കുഴിക്കകത്തിറങ്ങി അതിവേദനയിലൂടെ കടന്നുപോയി കാലുകൾ ആമത്തിലിട്ട് പൂട്ടി വലിയ ത്യാഗങ്ങൾ, വലിയ വേദനകൾ അനുഭവിച്ച ഒരു ദൈവവൃത്യനാണ് യിരെമ്യാവ്. അതേ യിരെമ്യാവിനോട് ദൈവം അരുളി ചെയ്തത്, ഞാൻ ആരോഗ്യം, ഞാൻ രോഗശാന്തി, ഞാൻ സമാധാനം, ഞാൻ അഭിവൃദ്ധി, ഞാൻ തിരികെ തരും, ഐശ്വര്യം മടക്കി നൽകും, ഐശ്വര്യം മടക്കി നൽകും. ആ ഒരു ചിന്തയാണ് ഇന്നത്തെ പ്രധാന ചിന്തയായിട്ട് എടുക്കുന്നത്. ഈ 6-7 വാക്യങ്ങളുടെ പൊതു കണ്ടന്റ് ആകട്ടോ. കർത്താവ് ഐശ്വര്യം തിരികെ നൽകും. അത് സഭയ്ക്കകത്തും കുടുംബങ്ങളിലും ഈ വാക്കിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അസാധാരണമായ ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമം ഇവിടെ ഉയർന്നിരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം. ഈ വചനം വിശ്വസിക്കണം. ഞാൻ ആരോഗ്യവും രോഗശാന്തിയും വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. 38 സങ്കീർത്തനത്തിൽ ഒരു പൊറുതിയുമില്ലാതെയാണ് ഇരുന്നെങ്കിൽ, ഇനി അതിലേക്ക് വരുന്നില്ല. യിരെമ്യാവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ കണ്ണുനീരൊഴിഞ്ഞ ദിനങ്ങളില്ലായിരുന്നു. 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അതാ കാണുന്ന യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ ഇസ്രായേൽ 2 വിഭാഗിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം വിളിച്ചു വേർതിരിച്ച് 2, 4, 5 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ 50-ലധികം വർഷം ജനത്തിന് വേണ്ടി പ്രവചിപ്പാൻ നിയുക്തനായ പ്രവാചകനാണ് യിരെമ്യാ. പക്ഷേ ഒരു കാര്യം, യിരെമ്യാവ് എന്ത് പറഞ്ഞാലും ജനം അംഗീകരിക്കത്തില്ലായിരുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു പ്രവചനം. യഹൂദയുടെ സ്ഥിതി ആ നിലകളിലായിരുന്നു. 9:1 ഞാൻ മുഖവരയായിട്ട് പറയാം. യിരെമ്യാ 9:1. രാവും പകലും കരയേണ്ടതിന് വിളിച്ചു പറഞ്ഞതാണ്. രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളു, എൻ്റെ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് എന്ന് പറഞ്ഞാൽ അത്ര വേദനാജനകമായ അനുഭവങ്ങളാണ് ജനത്തിൻ്റെ ഇടയിലുള്ളത്. അത്ര വേദനാജനകമായ അനുഭവമാണ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ളത്. വേദനയുടെ ആഴങ്ങൾ ഗൗരവമായിരുന്നു. 13:17 പറഞ്ഞത് തകർന്ന ഹൃദയവുമായിട്ടിരിക്കുന്നു, ഒരു ബ്രോക്കൺ ഹാർട്ടുമായിട്ടിരിക്കുന്നു. ഞാൻ 38-ാം സങ്കീർത്തനത്തിൻ്റെ അവസ്ഥയും യിരെമ്യാ പ്രവാചകന്റെ അവസ്ഥയും തമ്മിൽ വരച്ച് പറഞ്ഞത് കൊണ്ടാണ് ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നു. യിരെമ്യാ 13-ന്റെ 17-ാം വാക്യത്തിലും അതേ ചിന്ത തന്നെ കാണുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ കേട്ടനുസരിക്കയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവനിമിത്തം രഹസ്യത്തിൽ കരയും. എന്നിട്ട് പറയുന്ന യഹോവയെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചു കൊണ്ടുപോയിരിക്കുക, ഞാൻ ഏറ്റവും കരഞ്ഞ്. അപ്പോൾ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ വിഷയത്തിൽ കൂട്ടത്തെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഇസ്രായേലിനെ അപഹരിച്ചു കൊണ്ടുപോകുന്നു, ശത്രുക്കൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു, ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നു. ഒരു വല്ലാത്ത കാലഘട്ടത്തിലായിരിക്കുന്നു. പക്ഷെ യിരെമ്യാവ് പറയുന്നു, ഞാൻ രഹസ്യത്തിൽ കരയുന്നു. 38-ാം സങ്കീർത്തനത്തിലും അത് തന്നെയല്ലേ പറഞ്ഞത്? എനിക്കൊരിക്കപ്പുറതിയുമില്ല, എൻ്റെ ഞരക്കം പോലും കർത്താവ് അറിയുന്നുണ്ട്. എൻ്റെ അസ്ഥികളെല്ലാം ക്ഷയിച്ചിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് ശ്രദ്ധിച്ചേ, ഞാൻ ഏറ്റവും കരയും. 38-ാം സങ്കീർത്തനത്തിലും പറഞ്ഞത്, എൻ്റെ അസ്ഥികളിലൊന്നും ഒരു സ്വസ്ഥതയുമില്ല. അസ്ഥികളിൽ സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും തിരിഞ്ഞിരിക്കാൻ വയ്യ, ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാൻ വയ്യ, കാലൊന്നും നിവർക്കാൻ വയ്യ, കാലൊന്നും മടക്കാൻ വയ്യ. ശരീരം മുഴുവൻ വേദനയാണ്, ശരീരം മുഴുവൻ ഭാരമാണ്. സ്തോത്രം.
ഈ അവസ്ഥയിൽ പൊറുതിമുട്ടിയിരിക്കുമ്പോൾ ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട്. ദൈവത്തിന് പറയാനായിട്ടൊരു ദൂതുണ്ട്. ആ ദൂത് ഞാൻ അന്ന് വരച്ചു കാട്ടിയിട്ട് ഇതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരാം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം തന്നെ അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കണം. ജെരമ്യാ ചാപ്റ്റർ 20 വേഴ്സസ് 9 and 10. വളരെ നിർത്തി എല്ലാവരും ബൈബിൾ എടുക്കണം, എല്ലാവരും ബൈബിൾ എടുക്കണം. യെരമ്യാവ് 20, 9, 10. എന്ന് പറഞ്ഞാലോ അതെൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹിയാതെയായി. ഞാൻ ഈ ചിന്തകൾ ചിന്തിച്ചപ്പോർത്ത് വാസ്തവത്തിൽ ഈ 38-ാം സങ്കീർത്തനത്തിലെ വാക്കുകൾ തന്നെ യിരെമ്യാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ അസ്ഥികൾക്കെല്ലാം ബലമില്ലാതെയായിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്ന് എനിക്ക് വഹിയാതെയായി. അപ്പോൾ ശരിക്കും ഒരു അഭിവൃദ്ധിയുടെ ആവശ്യമുണ്ടോ? ഒരു ഐശ്വര്യം തിരികെ വരേണ്ട ആവശ്യമുണ്ടോ? തികച്ചുമുണ്ട്. കാരണം അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ സഹിച്ച് എനിക്ക് വയ്യാതായി, എനിക്ക് വഹിയാതെയായി, എനിക്കിരിക്കപ്പുറത്ത് ഇല്ലാതെയായി, എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥത ഇല്ലാതെയായി. ഇന്ന് പകൽ ആത്മനിയോഗത്താൽ ഞാൻ വിളിച്ചു പറയാ, ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ തകർന്ന ഹൃദയത്തോട് മുൻപോട്ട് എങ്ങനെ പോകുമെന്നൊക്കെ ചിന്തിച്ചു നിൽക്കുമ്പോൾ തീ കത്തുന്ന അനുഭവം പോലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതെ ടെൻഷനാ പാസ്റ്ററെ, വലിയ ടെൻഷനാ, എപ്പോഴും ടെൻഷനാ. അതിന് മലയാളത്തിൽ പറയുന്നതാണ് തീ കത്തും. ചിലപ്പം പറയല്ല നെഞ്ചത്തൊരു മുട്ട വെച്ച വേഗമെന്നൊക്കെ പറയും. അതേ അവസ്ഥയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് എനിക്ക് വയ്യാതായി, എനിക്ക് സഹിക്കാൻ മേലാതെയായി. എന്നാൽ ഇന്ന് പകൽ ഇങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ലജ്ജിക്കൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ കാണുമ്പോൾ ഹൃദയത്തിനങ്ങ് തീ കത്തുക. സ്തോത്രം. പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം. ഇന്ന് നീറ്റ് എക്സാം നടക്കുക. പല കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളാരും ഇവിടെ സഭയുള്ള ബന്ധത്തിൽ നീറ്റ് എക്സാം എഴുതുന്നില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ പല കുഞ്ഞുങ്ങൾ പ്രാർത്ഥന എന്നോട് ചോദിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാവിലെയും ചില മെസ്സേജുകൾ അയപ്പാൻ അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം. എന്താ? തീ കത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതുന്നല്ലോ. ഈ കൂട്ടത്തിലൊന്ന് ഓർത്ത് സ്തോത്രം ചെയ്തേ. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തോത്രം. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയും, അങ്ങ് തീ കത്തുന്ന പോലെയാണ് ഹൃദയം ഇരിക്കുന്നത്. ടെൻഷനായാൽ പിന്നെ അങ്ങ് തീ എനിക്കിത് വയ്യ ഇങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? പാസ്റ്റർ, എനിക്ക് വയ്യാതായി. യിരെമ്യാവ് പറയാണ്, ഞാൻ സഹിച്ചു, ഞാൻ തളർന്നു, എനിക്ക് വഹിയാതെയായി. അപ്പം ശരിക്കും ഐശ്വര്യം തിരിച്ചു വരണോ? നിങ്ങൾ കണ്ടീഷനിൽ നോക്കണം. കണ്ടീഷൻ എങ്ങനെ ഇരിക്കുന്നേ? സഹിച്ചു, തളർന്നു, പോരാഞ്ഞിട്ട് വയ്യാതെയും കൂടായി. അതാ ഞരക്കം. സഹിച്ചു തളർന്നു. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ പദമൊന്ന് പറഞ്ഞേ. സഹിച്ച് തളർന്ന് എനിക്ക് വഹിയാതെയായി. സഹിച്ച് തളർന്ന് എൻ്റെ ഹൃദയം തീ കത്തുന്നത് പോലെയായി. സഹിച്ച് തളർന്ന് ഞാൻ നൊമ്പരപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആത്മനിയോഗത്താൽ ഞാൻ വിളിച്ചു പറയട്ടെ, സഹിച്ച് തളർന്നവർക്ക് വേണ്ടി, ഞെരുക്കത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി, വഹിയാതിരിക്കുന്നവർക്ക് വേണ്ടി, അതേ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളുമായി വേദനപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൂതുണ്ട് പറയാൻ കേട്ടോ. അതാണ് അതിൻ്റെ അടുത്ത 2 വാക്യങ്ങൾ. യെരമ്യാ പ്രവചനം
20-ാം 10-11 വാക്യങ്ങൾ ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട്. എല്ലാവരും ബൈബിൾ എടുത്തോ, എല്ലാവരും ബൈബിൾ എടുത്ത് ആ പദമൊന്ന് ശ്രദ്ധിക്കണമേ. ആമേൻ. അടുത്ത വാക്യം, സർവത്ര ഭീതി. ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു, കുറ്റം ബോധിപ്പിപ്പേൻ. ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാൻ, നാം അവനെ തോൽപ്പിച്ച് അവനോട് പകവീട്ടുവാൻ തക്കവണ്ണം, പക്ഷെ അവനെ വശത്താക്കാമെന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും. അപ്പോൾ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? ഇപ്പൊ സിറ്റുവേഷൻ എന്നാ? എല്ലാവരും വീഴ്ച കാണാനായിട്ട്, ദൈവമേ, വീഴ്ച കാണാനായിട്ട് കാത്തിരിക്കുക. ഞാനൊരു ദൂത് ചേർത്ത് പറയാം. ലോകം നിന്റെ വീഴ്ച കാണാനായിട്ട്, ലോകം വീഴ്ച കാണാനായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മ നിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, വീഴിക്കുന്നവനല്ല ദൈവം. വീഴ്ച കണ്ട് സന്തോഷിക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. തകർച്ച കണ്ട് മറ്റുള്ളവരെ സന്തോഷിക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം. വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ വീഴ്ചയ്ക്ക് എൻ്റെ ചങ്ങാതിമാര് കാത്തിരിക്കുകയാണ്, എൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സ്നേഹിതോ, ദൈവ വൈതലേ, വീഴ്ചയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ കാത്തിരുന്നാലോ, വീഴ്ചയ്ക്ക് വേണ്ടി ആരെല്ലാം കാത്തിരുന്നാലോ, ദൈവ വീഴ്ച അനുവദിക്കുന്ന ദൈവമല്ല, ദൈവം വീഴ്ത്തുന്ന ദൈവമല്ല. സകല മനുഷ്യര് വീഴ്ചയ്ക്ക് കാത്തിരുന്നാലോ ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട്. ആ ദൂത് ഇങ്ങനെയാണ്. യെരമ്യാ പ്രവചനം 20:11 പറയുന്നു, ചങ്ങാതിമാർ വീഴ്ചയ്ക്ക് കാത്തിരിക്കട്ടെ, സ്നേഹിതർ വീഴ്ചയ്ക്ക് കാത്തിരിക്കട്ടെ, ലോകം വീഴ്ചയ്ക്ക് കാത്തിരിക്കട്ടെ. സർവത്ര ഭീതി. സഹിക്കാൻ മേലാത്ത വിഷയങ്ങൾ തകർന്ന ഹൃദയവുമായി, കത്തുന്ന ഹൃദയവുമായിട്ടിരിക്കുമ്പോൾ എനിക്ക് വയ്യ, സഹിക്കാൻ മേല എന്ന് യിരെമ്യാ 20-ാം അധ്യായത്തെ അതെ 9-10 വാക്യങ്ങളിൽ എനിക്ക് വകയായെന്ന് പറഞ്ഞെങ്കിൽ അതിനപ്പുറത്തൊരു ദൂത് ആത്മാവ് രേഖപ്പെടുത്തി. അതാ 11-ാം വാക്യം. അതിങ്ങനാണ്, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. ചേർന്ന് ആത്മാവിൽ വിളിച്ചു പറയാ, സഹിക്കാൻ മേലാത്തവരോട് ഞാൻ വിളിച്ചു പറയുന്നു, വീഴ്ച കാണാൻ ലോകം കാത്തിരിക്കുമ്പോൾ അവർക്കുള്ള മറുപടിയാണ് ഇങ്ങനെ വിളിച്ചു പറയാ, സഹിക്കാൻ മേലാതിരിക്കുന്നെങ്കിൽ യഹോവ ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. ഹൂഡാ ജാല ഷൈഡാ രാജ ഹൂഡൽക്കട്ടെ വേറെ കടക. ഓ, ഒന്ന് കരമടിച്ചു ദൈവത്തെ സ്തുതിക്കാമോ? അതലംതരവരിവാരവലവക്ഷസേ ഹുടിക്കല്ല ജീവരംഗച്ച വേരവക്ഷസിയ. ആരോഗ്യം, രോഗശാന്തി, സമാധാനം, അഭിവൃദ്ധി, ഐശ്വര്യം തിരികെ പ്രാപിക്കണം. എന്തുകൊണ്ട് അതില്ലാത്തത്? യിരെമ്യാവ് പറഞ്ഞു, സർവത്ര ഭീതി. ഞാൻ സഹിച്ചു, എനിക്ക് വയ്യാതെയായി, എന്നെ കൊണ്ടിത് പറ്റത്തില്ല, എന്നെ കൊണ്ടിത് നടക്കത്തില്ല, എനിക്ക് വഹിയാതെയായെന്ന്, എനിക്ക് സഹിക്കാൻ മേലാന്ന് പറയുന്നവർ കൈതൂതിന്ന് കൈമാറുന്നത്. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. എനിക്ക് സഹിക്കാൻ മേലാത്ത ചില വിഷയങ്ങൾ എൻ്റെ മുൻപിലുണ്ട്, എനിക്ക് പൊറുക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട്, എന്നെക്കൊണ്ട് പരിഹരിക്കാൻ മേലാത്തതുണ്ട്. സഹിക്കാൻ മേലാന്ന് പറയുന്നവരോട് ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നീ സഹിക്കാൻ മേലാതിരിക്കുന്നിടത്ത് ദൈവം ഇറങ്ങി വന്ന് പറയൂ. സഹിക്കാൻ മേലാതിരിക്കുന്നിടത്ത് സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയൂ, ഞാനൊരു കേവലം മനുഷ്യനെ പോലെ അല്ല, പിന്നെയോ ഒരു മഹാവീരനെ പോലെ, ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നിട്ട് പറഞ്ഞോ, ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്ക
ഇല്ല. അടുത്തത്, അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ. ഇതിപ്പോൾ ഒരു ദൈവവചനം എന്തു വേണം? സഹിക്കാൻ മേലാന്നും പറഞ്ഞ് ദൈവസനെ കരഞ്ഞവനോട് പറയുക, ഞാൻ എങ്ങനെ നിനക്ക് വേണ്ടി വരുന്നോന്നറിയാമോ? പൊറുതിമുട്ടി എന്ന് പറഞ്ഞവനോട് തീ കത്തുന്നത് പോലെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അറ്റാക്ക് വരുന്നത് പോലെ, ഹാർട്ട് അറ്റാക്ക് വരുന്ന അവസ്ഥയിൽ ഇരിക്കുന്നവനോട് സഹിക്കാൻ മേല, എന്നെ കൊണ്ടിത് പറ്റുകയില്ലെന്ന് പറഞ്ഞവനോട്, വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരുടെ മുൻപ്, തകർച്ചയ്ക്ക് കാത്തിരിക്കുന്നവരുടെ മുൻപ് വിളിച്ചു പറഞ്ഞൊരു സന്ദേശം, ഞാനൊരു മഹാവീരനെ പോലെ, ഞാനൊരു ജയാളിയെ പോലെ നിന്നോട് കൂടെയുണ്ട്. ആകയാൽ നിന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീണു, അവർ നിന്നെ ജയിക്കയില്ല, പക്ഷേ ദൈവവൈതൽ വിജയിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഒരു മഹാവീരനെ പോലെ കർത്താവ് നമ്മുടെ മധ്യ ഇറങ്ങി വരട്ടെ. റാബ ജബല റിബല ഷാബരഗലഗഡഗ ചൂടാവാല വൈഡാബാര. ഹല്ലേലൂയ. നിരാശയോടല്ല ഇന്ന് പകൽ മടങ്ങേണ്ടത്. ജീവിതം പൊറുതിമുട്ടി. രമ്യ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ദൈവമേ, എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അസ്ഥികൾ പോലും തകർക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ തളർന്നിരിക്കുന്നു. ഇരമ്യ 29:10 വാക്യങ്ങളിൽ, ഞാൻ തളർന്നു, എനിക്ക് വഹിയാതെയായി, സർവത്ര ഭീതിയ, ഏഷണി കേട്ട് ഞാൻ മടുത്തിരിക്കുകയാണ്. ഒടുവിൽ പറഞ്ഞു, വീഴ്ചയ്ക്ക് ചങ്ങാതിമാരും കാത്തിരിക്കുന്നു. പക്ഷേ ദൈവത്തിന് പറയാൻ ഒരു ദൂതുണ്ട്. ആരെല്ലാം വീഴ്ചയ്ക്ക് കാത്തിരുന്നാലും, ആരെല്ലാം തകർച്ചയ്ക്ക് കാത്തിരുന്നാലും, ആരെല്ലാം നാശം കാണാൻ കാത്തിരുന്നാലും, ആത്മാവിനെ വിളിച്ചു പറയാനുണ്ട്, ഞാൻ നിന്റെ അടുക്കൽ വരുന്നത് ഒരു മഹാവീരനെ പോലെയാണ്, ഒരു ജയാളിയെ പോലെയാണ് വരുന്നത്. ലോർഡ് ഓൾമൈറ്റി yes is with me like a mighty warrior. ഒരു ജയാളിയായേ, ഒരു വീരനായേ എന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സഹിക്കാൻ മേലാന്ന് പറയുമ്പോ, പൊറുതിമുട്ടി എന്ന് പറയുമ്പോ, വീഴ്ച കാത്തിരിക്കുന്നവരുടെ മുൻപ് സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഞാനൊരു മഹാവീരനെ പോലെയുണ്ട്. Lord Almighty is with me like a mighty warrior, like a mighty warrior. ഒരു വീരനെ പോലെ കർത്താവ് കൂടെയുണ്ട്. ഇന്ന് പകൽ ചിലർക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ഒരു വീരനെ പോലെ വരട്ടെ. ലൈക്ക് എ മൈറ്റി വാരിയർ, ഒരു മൈറ്റി വാരിയർ സ്വർഗം ഇറങ്ങി വരട്ടെ, കുടുംബങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. In the name of Jesus. ഈ വചനം എത്ര പേരെ ധൈര്യപ്പെടുത്തുന്നു? സഹിക്കാൻ മേലാതെയും പൊറുതിമുട്ടിയും നിൽക്കുമ്പോൾ, ഹൃദയം പൊട്ടിപ്പോകുമ്പോൾ, തകർന്നെന്ന് ചിന്തിക്കുമ്പോൾ, വീഴ്ച കാണാൻ കാത്തിരിക്കുമ്പോൾ, ഇല്ല, ദൈവവൈതൽ വീഴുകയല്ല, ദൈവവൈതൽ തകരുകയല്ല. വചനം പറയുന്നു, നിന്നെ സഹായിപ്പ് ഒരു മഹാവീരനായി ഞാൻ കൂടെയുണ്ട്. Like a mighty warrior. ഇന്ന് പകൽ ഇവിടെ ഇറങ്ങട്ടെ, സ്വർഗം ഇറങ്ങട്ടെ, ആരാധന ഇറങ്ങട്ടെ, ചിലരെ സഹായിപ്പാനായി ദൈവം ഇറങ്ങി വരട്ടെ, ദൈവം ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ, ഒരു വീരനെ പോലെ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീസസ്. ഇരമ്യാവിൻ്റെ കാര്യം ഓക്കെയായി. ഇത്രയൊക്കെ ജീവിതത്തിൽ ഭാരമുണ്ടെങ്കിലും ഒരൊറ്റ ദൂത്, ഞാനൊരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. ഒരു ധൈര്യമായി. ജീവിതത്തിൽ പിന്നെയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ഐശ്വര്യം തിരികെ വേണം. പക്ഷെ ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാം. ജനത്തിൻ്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നെന്നറിയാമോ?
ഈ യിരെമ്യാ പ്രവചനത്തിലെ കാതലായ അധ്യായം 18-ാം അധ്യായം, ഞാൻ തൊട്ടുപോകാം. ആ 18-ാം അധ്യായത്തിലെ വിഷയമെന്ന് പറയുന്നത് കുശവൻ്റെ വീട്ടിൽ ചക്രത്തിന്മേൽ വേല ചെയ്യുന്നതും യിരെമ്യാവ് പോയി കാണുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ കുശവൻ്റെ കയ്യിലെ പാത്രം ഉടഞ്ഞു പോകുന്ന അനുഭവമൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് അതിലേക്ക് വരുന്നില്ല. അത് ഇസ്രയേലിൻ്റെ അനുഭവമാണ്. കുശവൻ്റെ കയ്യിലിരിക്കുന്ന ജനം, എന്നാൽ ദൈവം ആഗ്രഹിക്കത്തക്ക നിലയിൽ ജനം വന്നില്ല. അതിനൊരു ദൂത് 19-ാം അധ്യായത്തിൽ കൊടുത്ത്, അതിങ്ങനാണ്. 19-ാം അധ്യായം യിരെമ്യാവ് 19:10-11. യിരെമ്യാ 19:10-11. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കിക്കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഉടച്ചു കളയും. നിങ്ങൾ ശ്രദ്ധിച്ചേ, നന്നാക്കിക്കൂടാതെ വണ്ണം. ഇത് പ്രാവചനിക അർത്ഥങ്ങളുള്ളൊരു വാക്യമാണ്. എന്നാൽ ഇന്ന് പകൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മുടെ ചിന്ത ഐശ്വര്യം തിരികെ പ്രാപിക്കുവാൻ. അവിടെ ഒരു പദം കണ്ടോ, നന്നാക്കിക്കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞു. ഇനിയും മേലിൽ നന്നാക്കാനായിട്ട് പറ്റാത്ത നിലയിൽ അല്ല, എന്നാലും ദൈവം ഐശ്വര്യത്തിലേക്ക് മടക്കി വരുത്തും. ഈ ചിലപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ഞാനൊരു ഉദാഹരണം പറയാം. ഈ പടവലങ്ങ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ഈ പടവലങ്ങയ്ക്ക് പലപ്പോഴും അത് നേരെ വളരത്തില്ല. ഇവിടെ കൃഷിക്കാരൊക്കെ ഒത്തിരി പേരിരിപ്പുണ്ട്. പടവലങ്ങയ്ക്ക് ഇത് നേരെ വളരത്തില്ല. പിന്നെ അവരെന്തുവാ ചെയ്യുന്നേ? ഒരു ചെറിയ കല്ല് കെട്ടി താഴോട്ട് ഇടും. എന്തിനാണെന്നറിയാമോ? എനിക്ക് അധികം നാൾ എൻ്റെ ചെറുപ്പത്തിലൊന്നും പിടികിട്ടിയിട്ടേ ഇല്ല ഈ കാര്യം. ഈ പടവലങ്ങയുടെ ചുവട്ട് ഒരു ചെറിയ കല്ല് കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന കാണാം. സ്തോത്രം. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നേ. എന്നാൽ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പടവലങ്ങ തോട്ടത്തിലൂടെ പോയി. എന്നെ ഒരാൾ കൊണ്ടുപോയതാണ് ഒരു കൃഷിത്തോട്ടം കാണിക്കാൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരൊറ്റ പടവലങ്ങയിലും കല്ല് കെട്ടി തൂക്കി ഇട്ടിട്ടില്ല. പക്ഷേ എല്ലാ പടവലങ്ങയും നേരെയാണ് നിൽക്കുന്നത്. പക്ഷേ പടവലങ്ങയുടെ വലിപ്പത്തിൽ തന്നെയുള്ള പ്ലാസ്റ്റിക് കവർ എന്ത് ചെയ്തിരിക്കുകയെന്നറിയാമോ? ഈ പടവലങ്ങയിലോട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ എന്തിനാ ഈ കവർ ഇട്ടിരിക്കുന്നത്? അയ്യോ പാസ്റ്റർ കണ്ടിട്ടില്ലേ, പണ്ട് കല്ല് കെട്ടി ഇടുവാൻ. ഈ കവർ ഇട്ടാൽ പിന്നെ എന്ത് ചെയ്യാന്നറിയാമോ? ഇത് വളഞ്ഞ് വിളയത്തില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പദം, ആത്മീയ അർത്ഥമുള്ളൊരു പദമാണ്. ആത്മീയ അർത്ഥമുള്ളൊരു പദം. ഞാൻ ചില 10 ദിവസത്തിനുള്ളിൽ കണ്ട ഒരു കാഴ്ചയാണ് ഈ വചനത്തോട് ബന്ധപ്പെട്ട് പറയുന്നത്. ഈ കവർ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ല പടവലങ്ങയാണ് കിട്ടുന്നത്. അത് സാധാരണ കവറല്ല, പിന്നെ പടവലങ്ങയുടെ ഇത്രയും തന്നെ എന്തുണ്ട്, നീളത്തിലുള്ള കവറാണ്. സ്തോത്രം. ഈ പടവലങ്ങ ഒരു കേടും കൂടാതെ നല്ല നിലയിൽ അത് വളർന്നു വരുവാനിടയായിത്തീരുന്നു. ഇതിനിടയ്ക്കെങ്ങാനും വളഞ്ഞു വന്നാൽ, അവിടെ വെച്ച് എൻ്റെ മനസ്സിൽ ഉണ്ടായൊരു ചിന്തയാണ്, വളഞ്ഞിതെന്ത് ചെയ്യും? വിളയും. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വളഞ്ഞിരിക്കുമ്പോൾ തന്നെ എത്ര പേർക്ക് ആശയം മനസ്സിലായി? വളഞ്ഞല്ല വിളയേണ്ടത്, പിന്നെ നെവുരെ നിന്ന് വിളയണം. വളഞ്ഞാൽ ഒരുപക്ഷെ കച്ചവടക്കാർക്ക് പോലും ഇത് വേണ്ടാതാകും. ശരിയല്ലേ ഞാൻ പറയുന്നത്? പിന്നെ വിളയേണ്ടത് എങ്ങനെയാണ്? നെവുരെ നിന്നിത് വിളയണം. നെവുരെ നിന്ന് വിളയണം.
വളഞ്ഞു വിളഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. വിളഞ്ഞു കഴിഞ്ഞേച്ച് നോർക്കാൻ ഒക്കുവോ? അച്ഛനൊക്കെ കൃഷിക്കാരാ. അച്ഛാ, ഇത് വിളഞ്ഞു കഴിഞ്ഞേച്ച് ഈ പടവലത്തെ പിടിച്ച് നോർക്കാൻ ഒക്കുവോ? പിന്നെന്ത് ചെയ്തോണ്? ഇത് വളയാതിരിക്കാൻ വേണ്ട സംവിധാനം ഒരുക്കിക്കോണം. അതാ വചനം പറഞ്ഞത്. ഒരു പദം കണ്ടോ? സ്തോത്രം. നന്നാക്കി കൂടാതെ വേണം. കർത്താവിന് നമ്മെ നന്നാക്കാനായിട്ട് കഴിയും. കർത്താവിന് നമ്മെ നന്നാക്കാനായിട്ട് കഴിയും. അതിനുള്ള സംവിധാനങ്ങളെ കല്ല് കെട്ടിയിടുവോ അല്ലെങ്കിൽ കവറൊക്കെ കെട്ടിയിടുവോ ചെയ്താൽ ആമേൻ ഇത് നന്നായിട്ടങ്ങ് വളർന്നോളും. ആമേൻ, വളയാതെ വിളയും. കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അപ്പോൾ വിളഞ്ഞിട്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. വിളയുന്നതിന് മുൻപേ ഇതിനെ വളയാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നന്നാക്കാൻ പറ്റിയ ഒരു സമയമുണ്ട്. നന്നാക്കാൻ പറ്റിയ സമയം നിങ്ങൾ ഗ്രഹിച്ചോളുക. വചനത്തോട് പ്രതികരിക്കണം. നന്നാക്കാൻ പറ്റിയ സമയത്ത് നന്നാക്കണം. കരമുയർത്തി ദൈവത്തെ ഒന്നുകൂടെ സ്തുതിച്ചേ. ഞാൻ ആ ആശയത്തിലേക്ക് വരുന്നില്ല. നന്നാക്കാൻ പറ്റുന്ന സമയമുണ്ട്. കവർ ഇടേണ്ട സമയത്ത് എന്തോ ഇതോണം, കവർ ഇട്ടോണം. കല്ല് കെട്ടേണ്ട സമയത്ത് കല്ല് കെട്ടിക്കോണം. വിളഞ്ഞു കഴിഞ്ഞിട്ട് വളവ് നൂർക്കാൻ പോയാൽ വളവ് നൂരത്തില്ല. പിതാവേ, മാതാവേ, പിന്നെയോ വിളയുന്നതിന് മുൻപേ വളവ് മാറ്റിക്കോണം. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഇനിയും യെരമ്യാ പ്രവചനത്തിലെ കാതലായ രണ്ട് കാര്യം, ഈ ഐശ്വര്യം മടക്കി വരുത്തുവാനായിട്ട് ലഭിക്കേണ്ടിയ രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാം. രണ്ട് ചിന്തകൾ ജനത്തിൻ്റെ അവസ്ഥയോട് ചേർത്ത് യെരമ്യാ പ്രവചനം 7-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. യെരമ്യാ 7:23 മുതൽ. നന്നായിരിക്കേണ്ടതിന് അടുത്തത്. എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശ്ശാഠ്യത്തിലും നടന്നു. നിർത്തിക്കേ. ഇവരെങ്ങനെ നടന്നത്? മുൻപോട്ടല്ല, പുറകോട്ട്. അപ്പോൾ യഹൂദയുടെ നടപ്പ് എങ്ങോട്ടായിരുന്നു? മുൻപോട്ടായിരുന്നില്ല അവരുടെ നടപ്പ്. പിന്നെയോ പുറകോട്ട് അവർ നടന്നു. അപ്പോൾ നന്നാക്കാൻ മേലാത്തതിൻ്റെ കാര്യം എന്താ? നടപ്പെങ്ങോട്ടായിരുന്നു? പ്രിയരെ, നാം പുറകോട്ട് നടക്കുന്നവരാകരുത്. പുറകോട്ട് നടക്കുന്ന ഒരു ജീവിയുണ്ട്. ഏതാണെന്നറിയാമോ? ആമ പുറകോട്ട് മുന്നോട്ടും ഒക്കെ നടക്കും. കുഴിയാന അത് പുറകോട്ട് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കർത്താവിൽ പ്രസിദ്ധിയായിരുന്ന മേരി കോവൂർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഉദാഹരണമായിരുന്നു തൻ്റെ പ്രസംഗത്തിൽ. ഈ നമ്മുടെ ഞണ്ടുണ്ടല്ലോ, ഞണ്ടിൻ്റെ കുഞ്ഞെ ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുമായിരുന്നു. ഞണ്ടിൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നടക്കാൻ പഠിപ്പിച്ചു. ഉടനെ ഞണ്ടിൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു, നേരെ നടക്കാൻ പറഞ്ഞു. ഞണ്ടിൻ്റെ കുഞ്ഞ് പറഞ്ഞെന്നാ അമ്മാമ്മ പറഞ്ഞിട്ടുള്ളത്. അമ്മ എങ്ങനെ നടക്കുന്നേ? അമ്മ പുറകോട്ടല്ലേ നടക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ മുൻപോട്ട് നടക്കുന്ന? ഒരു സ്തോത്രം പറയാമോ? അപ്പൊ ഞണ്ടമ്മ പുറകോട്ട് നടന്നാൽ മോള് ഞണ്ടും മോൻ ഞണ്ടും എങ്ങോട്ടേ പോകത്തുള്ളൂ? സ്തോത്രം.
ഞാൻ ഇങ്ങനെ പറയാം, ആത്മീയ കാര്യങ്ങളിൽ പുറകോട്ട് ഞാൻ നിങ്ങൾ നടന്നാൽ തലമുറ എങ്ങോട്ട് പോകും? ആരും പൂരിപ്പിച്ചൊന്നുമില്ല, ആരും പൂരിപ്പിച്ചില്ല. മഹാവീരനെ പോലെ വരുന്നെന്ന് പറയുമ്പം വളരെ സന്തോഷം. പക്ഷെ ഇതൂടെ പറയണം, നന്നാകണേൽ എങ്ങനെ വേണം? നന്നാകണേൽ എങ്ങനെ വേണം? ഇസ്രയേൽ പുറകോട്ട് പോയി, ഇസ്രയേൽ മുൻപോട്ട് പോയില്ല. പക്ഷെ ഇന്ന് പകൽ ആത്മീയ ദൂത് ഞാൻ കൈമാറാ. പുറപ്പാട് 14:15 പുറകിൽ സൈന്യം നിൽക്കുന്നു, ഫറവോന്റെ സൈന്യം നിൽക്കുന്നു, മുൻപിൽ ചെങ്കടൽ നിൽക്കുന്നു. പ്രതിസന്ധിയുടെ മുൻപിലോ വചനം വിളിച്ചു പറഞ്ഞത് ഇങ്ങനാണ്: നിങ്ങൾ പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ല, ജനത്തെ മുൻപോട്ട് പോകാൻ കൽപ്പിക്കോ, ജനത്തോട് മുൻപോട്ട് പോകാൻ കൽപ്പിക്കോ. അവിടെ ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേലേ നീ മുൻപോട്ട് പോ, ഗോ ഫോർവേഡ്, മൂവ്. ഇന്ന് മകൾ സഭയോട് ഞാൻ കൽപ്പിക്കുന്നു, മുൻപോട്ട് പോ, പുറകോട്ട് പോകേണ്ടവരുടെ കൂട്ടത്തിലല്ല. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, വചന ശുശ്രൂഷയെ, ആത്മീയ കാര്യങ്ങളിൽ പുറകോട്ട് പോകുന്നവരല്ല സഭ. ദൈവസഭ പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലാകരുത്. പിതാക്കന്മാർ പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലാകരുത്. ഞാനും നിങ്ങളും പുറകോട്ട് പോയാൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാ നടന്നത്? നിങ്ങൾ പുറകോട്ടാ നടന്നത്. സഭയെ ഉണരാം. ഞാൻ അടുത്ത 10 മിനിറ്റിൽ ഇത് വൈൻഡപ്പ് ചെയ്യും, മെസ്സേജ് തീർന്നാലും ഇല്ലെങ്കിലും. അതുകൊണ്ട് ഞാൻ പറയാം, സഭ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ അഭിവൃദ്ധി വരാത്തതിൻ്റെ കാര്യം എന്താ? പുറകോട്ടാ പോകുന്നത്. 10 കൊല്ലത്തെ ആത്മീയ ഉത്സാഹവും, പ്രാർത്ഥന, ആരാധന, ദൈവവിശ്വസ്തത, ദൈവിക കാര്യങ്ങളിൽ, ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളിൽ, ദൈവദാസന്മാരെ മാനിക്കുന്ന കാര്യങ്ങളിൽ, ഏതുമാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ 10 വർഷത്തേക്കാൾ ഞാൻ ഒരു ചുവട് മുൻപിലാണെന്ന് കരമുയർത്തി തൻ്റെ അടുത്തോടെ പറയാൻ എത്ര പേർക്ക് കഴിയും? 10 വർഷത്തേക്കാ പാസ്റ്റർ ഞാനിപ്പം അന്ന് ചെയ്ത പോലൊന്നും അല്ല ഇപ്പം ചെയ്യുന്നത്. അന്ന് വല്ലപ്പോഴേ പ്രാർത്ഥനയ്ക്കുള്ളായിരുന്നു. ഇന്നെങ്ങനാ? ഇന്ന് ആക്റ്റീവാണെന്ന്. ഇന്ന് സഭയുടെ മുൻപിൽ ഞാനാ നിൽക്കുന്നത്. അതോ 10 വർഷത്തേക്കാൾ പുറകിലാണോ? അച്ഛൻ കുറച്ച് പുറകിലാണ്. അങ്ങനാണോ എല്ലാവരും പറയുന്നത്? പുറകിലാണോ മുൻപിലാണോ? പറ. കം ബാക്ക്. അതാണ് അഭിവൃദ്ധി. തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ. അമ്മാവന്മാരെന്താ പറയുന്നത്? അച്ഛന്മാർ ചിലർ പൂരിപ്പിച്ച് പറഞ്ഞു അവർ പുറകിലാണെന്ന് പറഞ്ഞു. അമ്മാവന്മാരെന്താ പറയുന്നു? 10 വർഷമായിട്ട് നടന്നിട്ട് 10 വർഷത്തേക്കാൾ മുൻപോട്ടാണോ നടക്കുന്നത് അതോ പുറകോട്ടാണോ നടക്കുന്നത്? എങ്ങനെ നടക്കുന്നേ? നിങ്ങളെങ്ങനെ നടക്കുന്നേ? കുഞ്ഞുങ്ങളെങ്ങനെ നടക്കുന്നേ? കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ 10 വർഷത്തേക്കാളൊക്കെ ഹൈ സ്പീഡിലാണ് നടക്കുന്നത്. അവരൊത്തിരി അഡ്വാൻസ്ഡായി. പക്ഷേ നമ്മൾ എന്തായില്ല. ഇപ്പോഴും നടപ്പെങ്ങനാണ്? യെസ്, ഡോണ്ട് ഗോ ബാക്ക്, ഗോ ഫോർവേഡ്. നീ മുൻപോട്ട് പോ. നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. നീ മുൻപോട്ട് പോ. പരാജയത്തിൻ്റെ കാരണം പുറകോട്ട് പോയതാണ്. 2, ഞങ്ങളുടെ കൂട്ടരുടെ കാര്യമാണ് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാകും. അപ്പം ജനത്തിൻ്റെ അവസ്ഥ എങ്ങനെ പറ്റി? ഐശ്വര്യം, ആരോഗ്യം, സമൃദ്ധി എല്ലാം നഷ്ടപ്പെട്ടത് എങ്ങനെയാ? പുറകോട്ട് നടന്നു. ഒന്ന് സ്വോത്രം പറഞ്ഞേ. എന്തുകൊണ്ട് ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം പോയത്? എന്തുകൊണ്ടാ? നടന്നിപ്പോൾ എങ്ങോട്ടാ പോയത്? പുറകോട്ട് പോയി. സ്തോത്രം. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അത്ര ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. പുറകോട്ട് പോയെങ്കിൽ തിരിച്ചു വരിക. ഈ ആരാധന ഒരു അഭിവൃദ്ധി പ്രാപിക്കണം. ഈ ആരാധന ഐശ്വര്യം മടക്കി വരുത്തണം. 10 വർഷത്തെ അനുഭവത്തിലാണ് നിൽക്കുന്നെങ്കിൽ ഇപ്പം പുറകോട്ടെന്നല്ല, അങ്ങേ അറ്റത്ത് പോയി നിൽക്കുക. ഇപ്പം മാറ്റമൊന്നും ഇല്ലെങ്കിൽ അന്നത്തെ സ്തോത്രമേ ഉള്ളോ ഇന്ന്? അന്നത്തെ അല്ലേലിയായി ഉള്ളോ ഇന്ന്? അന്നത്തെ അന്യഭാഷയെ ഉള്ളോ ഇന്ന്? അന്നത്തെ പോലെ ഉള്ളോ ഇപ്പോഴും? ഇനി 2ാമത്തെ കാര്യം, ഐശ്വര്യം നഷ്ടപ്പെട്ടതിൻ്റെ കാര്യം. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 11,
12 വാക്യങ്ങൾ. യെരമ്യ 8, 11, 12 വാക്യങ്ങൾ. ആ ആ ആ ആ ആ ആ ആ ആ ഇനി മതി. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ ആ 11-ാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു: സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി. അപ്പം ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇടയന്മാരെ കുറിച്ചുള്ള അധ്യായം അത്. ഇതൊക്കെ ഓരോ 1 by 1 ആയിട്ട് അധ്യായങ്ങളൊക്കെ എടുത്ത് പഠിക്കേണ്ടതാ. അഭിവൃദ്ധി പോയതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇപ്പം പുരോഹിതന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇടയന്മാരെ കുറിച്ച്. അവരുടെ ശുശ്രൂഷയല്ല ഇപ്പം എങ്ങനെയായെന്നറിയാമോ? ജനത്തിൻ്റെ ഇടയിൽ എന്തില്ല? മാനസാന്തരമില്ല, വേർപാടില്ല, വിശുദ്ധിയില്ല, എങ്ങനെയും ജീവിച്ചോളാൻ പറയും. എന്നാലും വന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പം നിന്നെ വാലല്ല തല തന്നെ കർത്താവാക്കും. പക്ഷേ ജനത്തിൻ്റെ ഇടയിൽ എന്തോ ഇല്ല. അയ്യോ, പിന്നെ എങ്ങനെയാ പറയുന്നേ? സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന്. അപ്പൊ സഭയ്ക്ക് എങ്ങനെയുള്ള ചികിത്സയാ വേണ്ടിയത്? പറ, സഭയ്ക്ക് എങ്ങനെയുള്ള ചികിത്സയാ വേണ്ടിയത്? പറ ദൈവമക്കളെ. മുറിവിന് അത് അകത്തതല്ല, ഇരിക്കുമ്പം തന്നെ ഞെക്കി പഴുപ്പ് കളയാതെ എന്തോ ചെയ്യാണ്? പുറത്ത് ബെറ്റാഡിൻ വെച്ചങ്ങ് വിടുക. ഉപദേശിമാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉപദേശിമാർ വേണ്ട രീതിയിൽ ഉപദേശം എന്തോ ചെയ്യുന്നില്ല, ഞെക്കി പഴുപ്പ് കളയുന്നില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ഐശ്വര്യം ജനത്തിന് തിരിച്ചു വരണമെങ്കിൽ എന്തോ വേണം? പഴുപ്പൊക്കെ ഞെക്കിക്കളയണം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അപ്പൊ ഐശ്വര്യവും ആരോഗ്യവും രോഗശാന്തിയും സമൃദ്ധിയും ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണ്? ജനത്തിൻ്റെ നടപ്പ് പുറകോട്ട്, പാസ്റ്ററുടെ നടപ്പ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജനം പുറകോട്ട് നടക്കുന്നു, ഉപദേശം പഠിപ്പിക്കുന്നവർ അഡ്ജസ്റ്റ് ചെയ്ത്. പഴുപ്പാണേലും കുഴപ്പമില്ല, അച്ഛാ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനെ ഞെക്കിക്കളഞ്ഞ് ചികിത്സിക്കുമായിരുന്ന പിതാക്കന്മാർ ഞെക്കിക്കളഞ്ഞ് ചികിത്സിക്കുമായിരുന്നു. അഭിഷേക്തന്മാർ ചികിത്സിക്കുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുമ്പോൾ വരാൻ പേടിയായിരുന്നു ദൈവജനത്തിന്. പാപം ചെയ്തിട്ട് വന്നെന്ന് വിളിച്ചു പറയുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് സഹോദര, നീ പാപം ചെയ്തിട്ട് വന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ ട്രാൻസ്ഫർ എളുപ്പമായി. ഉടൻ കമ്മിറ്റി കൂടും, പെട്ടെന്ന് കത്ത് കൊടുക്കും, ഇടക്കാല ട്രാൻസ്ഫർ തന്നെ. പക്ഷേ ഞാൻ പറയട്ടെ, അതുപോലുള്ള അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിക്കണം. മുറിവിന് ലഘുവായ ചികിത്സ വേണ്ട. സഭ എൻ്റെ കൂടുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. മുറിവിന് അല്ല, എല്ലാവരും കരമൊന്നും ഉയർത്തിയില്ല. ലഘു മതിയോ? ലഘു ചികിത്സ മതിയോ? ലഘു ചികിത്സയായാൽ ഇതുപോലെ തന്നെ ഇരിക്കും. ലഘു ചികിത്സയായ മുറിവ് കരിയത്തില്ല, എന്നും ഒരുപോലെ. പക്ഷേ കീറി പഴുപ്പെടുത്തു കൊടുത്ത് അതിന് മരുന്ന് വെച്ച് അതിന് മുറിവ് കെട്ടി ചികിത്സിച്ച് ജനത്തിന് സൗഖ്യം വരൂ, ജനത്തിന് വിടുതൽ വരൂ, ജനത്തിന് വചനം ശക്തിയോടെ വ്യാപരിച്ച് ജനത്തിന്റെ ഇടയിൽ അത്ഭുതം സംഭവിക്കും. ആ കരമൊന്നടിച്ചേ. യേശുവിന്റെ നാമത്തിൽ പുറകോട്ടല്ല മുൻപോട്ട് നടക്കുക. ചികിത്സ അത് ലഘുവായതല്ല, ചികിത്സ കഠിനമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ലഘുവായ ചികിത്സ മതിയോ? പോരാ, കഠിനമായ ചികിത്സ വേണം.
അതുകൊണ്ട് ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയി. പുരോഹിതന്മാരെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. പക്ഷേ സമാധാനം പോയിട്ട് സ്വസ്ഥതയോ ഒരു ഐശ്വര്യമോ ഇല്ല, പ്രമാണമില്ല, വചനത്തിൽ നിൽക്കുന്നില്ല, വേർപാടില്ല, വിശുദ്ധിയില്ല. വല്ലതും കിട്ടുമെന്ന് കരുതി, പോക്കറ്റിൻ്റെ കനം കുറയുമെന്ന് കരുതി ഉപദേശിയും ചെന്ന് എന്തോ ചെയ്യുക, അവിടെയും പോയി പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ പറയാം, ചികിത്സ ലഘുവായാൽ സംഗതി വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചികിത്സ എങ്ങനെ വേണം? ഞെക്കി പഴുപ്പ് എടുത്ത് അഭിവൃദ്ധി തിരിച്ചു വരും. ഇത് പറഞ്ഞിട്ട് വാക്കുകൾക്ക് വിരാമം ബന്ധപ്പെടുന്നത് കൊണ്ട് യരെമ്യാ 31 ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. 31 ഇസ്രായേലിന് വിശ്രാമം നൽകുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. യെരമ്യാ 31 ഇങ്ങനെ പറയാനായിട്ടിടയായി. 31:2 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാലിന് തെറ്റി ശേഷം ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി, ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. ഒത്തിരി വചനങ്ങൾ അവിടെയുണ്ട്. നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചു ദയ ദീർഘമാക്കി ഇസ്രായേൽ കന്യകെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരികയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തും കൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവർ നിരയിൽ പുറപ്പെടും. നിന്നെയും സമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും, കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽപ്പീൻ, നാം സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് കയറിപ്പോക എന്ന് കാവൽക്കാർ എഫ്രയീം മലനാട്ടിൽ വിളിച്ചു പറയുന്ന നാൾ വരും എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലൊരു നല്ല കാലം. ഉപദേശത്തിൽ ശക്തിപ്പെട്ടു, പുറകോട്ടുള്ള നടപ്പ് മാറ്റിയിട്ട് നടപ്പെല്ലാം മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു. അയഞ്ഞ ഉപദേശം മാറ്റിയിട്ട് ശക്തമായ ഉപദേശം, മുറിവ് ഞെക്കി പൊറിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പറയുകയാണ്, ഇസ്രായേലെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും. അതിൻ്റെ തുടർച്ചയായിട്ട് 33-ാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ആരോഗ്യവും രോഗശാന്തിയും സമാധാനവും സമൃദ്ധിയും ധാരാളമായി നൽകിത്തരും. ഞാൻ ഐശ്വര്യം തിരിച്ചു തരും. ഈ ആരാധനയിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഒരു കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യിരെമ്യാ 33:6 വാക്യം ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് പറയണം, ഇതാ ഞാൻ ആരോഗ്യവും രോഗശാന്തിയും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിൻ്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി നൽകും. പണ്ടത്തെ പോലെ ഐശ്വര്യം തിരികെ നൽകും. പണ്ടത്തെ പോലെ ഐശ്വര്യം തിരികെ നൽകും. അതിനു വേണ്ടിയത് ശക്തമായ ദൈവപ്രവൃത്തി, ഒരു മടങ്ങി വരവ്. പുറകോട്ടുള്ള നടപ്പ് മാറണം. ആമേൻ. ഞെക്കി പഴുപ്പ് കളയാതെയുള്ള മുറിവ് കെട്ടുന്ന പരിപാടി നിർത്തണം. എന്നിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ തയ്യാറായാൽ ഇന്ന് പകലും കർത്താവ് സൗഖ്യം നൽകുവാൻ മതിയായവനാണ്. കർത്താവ് വിടുതൽ നൽകുവാൻ മതിയായവനാണ്. രോഗശാന്തി നൽകുവാൻ മതിയായവനാണ്. ആരോഗ്യം മടക്കി വരുത്തുവാൻ മതിയായവനാണ്. ശക്തി നൽകുവാൻ മതിയായ ദൈവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യെരമ്യാ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ അവിടെ കാണുന്നുണ്ട്. യെരമ്യാ പ്രവചനം 23:1 മുതൽ 8 വരെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ യിരെമ്യാ പ്രവചനത്തിൽ 31:15 യേശുവിൻ്റെ കാലഘട്ടത്തെ കാണുന്നുണ്ട്. അത്യാവശ്യമായി തിരുമേശയിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ പറയാം. യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കണമെങ്കിലും 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 23:4-5 വാക്യങ്ങൾ. അവയെ മേയിക്കേണ്ടത് ഞാൻ ഇടയന്മാരെ നിയമിക്കും. അവ ഇനിയും പേടിക്കയില്ല, ഭ്രമിക്കയില്ല, കാണാതെ പോകുകയില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. അടുത്തത്, ഞാൻ ദാവീദിന് നീതിയുള്ളൊരു
മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഇതാരെക്കുറിച്ചുള്ള പ്രവചനമാണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം. ഞാൻ ദാവീദിന് നീതിയോടെ മുളയായവനെ ഉത്ഭവിക്കും. ആ കാലം വരും, അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അങ്ങനെങ്കിൽ രോഗശാന്തി നൽകുന്നത് ആരാണ്? എൻ്റെ യേശുവാണ്. യേശുവിനെ കുറിച്ച് പറയുന്നു, അതെ, ദാവീദിനൊരു നീതിയായ മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. അത് സംഭവിച്ചു. യേശു ക്രിസ്തുവിനെ നമുക്കായി നൽകി തന്നു. യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി യേശു ക്രിസ്തു നമുക്കായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഈ രോഗശാന്തിയെ കുറിച്ച് പത്രോസ്ലീഹ പറയുന്നത് ഇങ്ങനാണ്. 1 പത്രോസ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ അവിടുത്തെ ആടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോരും. ആ വാക്യം കൂടെ പറഞ്ഞ് ഈ ചിന്തയ്ക്ക് വിരാമം കുറിച്ച് തിരുമേശ ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം അവസാന വാക്യങ്ങൾ 28. നാം പാപസംബന്ധമായി മരിച്ച് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് ഈ വചനം വിശ്വാസയോഗ്യം. ഇത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു മതിയായവൻ, യേശു അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവൻ, യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട്, പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറിയതുകൊണ്ട് അടിപ്പിണരാൽ സൗഖ്യമുണ്ട്, ആരോഗ്യം, രോഗശാന്തിയുണ്ട്, അഭിവൃദ്ധിയുണ്ട്. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഐശ്വര്യം മടക്കി തരൂ. ഈ കർത്താവിൽ മുറുകെ പിടിക്ക്, മുറുകെ പിടിക്ക്. പുറകോട്ട് പോകരുത്, മുൻപോട്ട് പോ. പുറകോട്ട് പോകരുത്, മുൻപോട്ട് പോ. മുറിവിന് ശരിയായ ചികിത്സ കൊടുക്ക്. യേശു നിങ്ങളെ വിളിക്കുന്നു. യേശുവിന്റെ നാമത്താലുള്ള വിടുതലേറ്റെടുക്ക്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം, രോഗശാന്തിയും മടക്കി വരുത്തു. യേശു ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, നമ്മുടെ രോഗങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവന്റെ അടിപ്പിണര് നമുക്ക് സൗഖ്യം. വിശ്വാസത്തോടെ പറ, കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആരോഗ്യം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം. അത് സംഭവിക്കട്ടെ. ഇന്ന് വചനം എന്നോട് ഇടപെട്ടു. എനിക്ക് രോഗശാന്തി ആവശ്യമാണ്, എനിക്ക് ഐശ്വര്യം മടക്കി വേണം. ഞാനതിനാഗ്രഹിക്കുന്നു. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പുറകോട്ട് നടക്കുന്ന പരിപാടി ഞാൻ നിർത്തും. മുറിവിന് ലഘുവായിട്ടുള്ള ചികിത്സ ഞാൻ നിർത്തും. ഇന്ന് പകൽ ഒരു സൗഖ്യം വേണം, ഇന്ന് പകൽ ഒരു വിടുതൽ വേണം, ഐശ്വര്യം തിരികെ പ്രാപിക്കണം. ആഗ്രഹിക്കുന്നവരാ കരമൊന്ന് ഉയർത്തിക്കേ. യേശു കർത്താവിന്റെ നാമത്തിൽ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്, അവിടുത്തെ അടിപ്പിണരുകളാൽ ആരോഗ്യമുണ്ട്, അവിടുത്തെ അടിപ്പിണരാൽ രോഗശാന്തിയുണ്ട്. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നിങ്ങൾ വിടുവിക്കപ്പെടട്ടെ. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ക്രൂശിന്മേൽ